എത്രമാത്രം നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവോ അത്രമാത്രം തിരിച്ചടിക്കാം. അത് ലോകത്തെല്ലായിടത്തും ഉള്ളത്. നിങ്ങൾ ഫോഴ്സ്ഫുള്ളി എന്ത് കാര്യം ശ്രമിച്ചാലും നേപ്പാൾ മുമ്പിൽ നിൽക്കുന്നത് അവിടുത്തെ പോലീസ്, പട്ടാളം, ഏജൻസികൾ മുഴുവനും അതിനെ അടിച്ചമർത്താൻ നോക്കി അതിൻ്റെ 1000 ഇരട്ടി ശക്തിയായിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് എവിടെ പോയി ഇമാരൊക്കെ? നമ്മുടെ മുമ്പിലുള്ള എക്സാമ്പിൾ അല്ലേ. അതേപോലെ ഈ നേപ്പാളിൻ്റെ അത്രയൊന്നും ശക്തമൊന്നും അല്ല ഇന്ത്യയിലെ മതപരിവർത്തന ബില്ലുകളൊക്കെ. നേപ്പാളിൽ രജിസ്ട്രേഷൻ പോലും പറ്റത്തില്ല. എവിടെങ്കിലും കൂടി പ്രാർത്ഥിച്ചാൽ തന്നെ വലിയ പ്രശ്നവും ഇഷ്യൂ ഒക്കെയാണ് നേപ്പാളിൽ. അവിടെ ഇത് വളർന്നില്ലയോ? അതായത് അറിയപ്പെടുന്ന ഒരു ഹിന്ദു രാജ്യമായ നേപ്പാളിൽ ഇത് വളർന്നില്ലേ? ഇപ്പൊ ഇന്ത്യ ഹിന്ദു രാജ്യമല്ല, ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് പൂർണ്ണമായിട്ടും. അപ്പൊ ഇതേപോലെ പലയിടത്ത് വളർന്നില്ലേ? അഫ്ഗാനിസ്ഥാനിൽ ചെയ്യുന്നില്ലേ? അതിനേക്കാളും വലിയ സംഭവമൊന്നുമല്ല ഈ ബജറാങ്കൽ ഈ കുന്തം എന്ന് പറയുന്നതും. അതായത് നിങ്ങൾക്ക് എത്രമാത്രം ഫോഴ്സ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ഏജൻസിയും പോലീസും പട്ടാളത്തെയും വെച്ച് ഒതുക്കാൻ സാധിക്കും? അതിന് പരിമിതികളുണ്ട്, ലിമിറ്റേഷനുണ്ട്. അതായത് ജനങ്ങൾ സംഘടിപ്പിച്ചാൽ നീ ഓടേണ്ടി വരും. അതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറയും, ജ്യോതി ശർമ്മയ്ക്കൊക്കെ പേടിയായി, ഇവർക്കൊക്കെ പേടിയായി. അവസാനം അറ്റ കഴിക്കാൻ ഇന്നലെ പോയത്. ഇതേപോലുള്ള അറ്റാക്കുകൾ പലയിടത്തും ഉണ്ടാകും.